ബി സി ബൈ എ സി ആണെങ്കിൽ കൊസീക് തീറ്റ എ സി ബൈ ബി സി ആയിരിക്കും. ഇനി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈക്വൽ ടു 13k ഡിവൈഡഡ് ബൈ 5k, അതായത് 13/k എന്നാണ് കൊസീക് തീറ്റ. ഇനി സീക് തീറ്റ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അവിടെ അത് കണ്ടുപിടിക്കേണ്ട, ബാക്കിയുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സൈനും കോസും ടാനും കൊസീക്കും ആയി. ഇനി സീക്ക് നമുക്ക് വേണ്ട, എന്ത് ചെയ്യാം, കോട്ട് തീറ്റ കണ്ടുപിടിക്കാം. ഈ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ തന്നെയാണ്, എങ്കിലും കോട്ട് തീറ്റ എന്താണ്, അതിന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 8ാമത്തെ ചാപ്റ്റർ ട്രിഗ്നോമെട്രി, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. സീക് തീറ്റ ഈക്വൽ ടു 13/12 കാൽക്കുലേറ്റ് ഓൾ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. എല്ലാം കണ്ടുപിടിക്കണം. സീക് തീറ്റ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ കൺസിഡർ triangle ABC in which angle B is equal to 90 degree and angle A നെ നമ്മൾ തീറ്റ എന്ന് വിചാരിക്കും. സീക് തീറ്റ എന്ന് തന്നിട്ടുള്ളൂ, ഏത് ആംഗിൾ എന്ന് പേരൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. നമ്മൾ ട്രയാങ്കിൾ ABC എന്ന് എടുത്തു. അപ്പോൾ ഒരു ആംഗിൾ നമുക്ക് പരിഗണിക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് പറയാൻ നമുക്കൊരു ആംഗിൾ വേണം. അതിന് നമ്മൾ A എന്നുള്ള ആംഗിളിൽ നമ്മൾ തീറ്റ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യാം, സീക് തീറ്റ ഈക്വൽ ടു 13/12 ആണ്. സീക് തീറ്റ ഈസ് ഈക്വൽ ടു 13/12 എന്ന് എഴുതി വെച്ചു. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു വെച്ചു. ഈ സീക് തീറ്റ ഇനി എന്തായിരിക്കും, കൊസീക്ക് സീക്ക് കോട്ട്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രവൃത്തി പറഞ്ഞ പോലെ സീക്ക് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് എ സി ഡിവൈഡ് ബൈ ഇതിലെ ആംഗിൾ എയുടെ അഡ്ജസന്റ് സൈഡ്, അത് AB ആയിരിക്കും. അപ്പോൾ AC ബൈ AB, അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പൊ സീക് തീറ്റ എന്ന് പറയുന്നത് 13/12 ആണ്. അതുപോലെ സീക് തീറ്റ ഈസ് ഈക്വൽ ടു AC ബൈ AB ആണ്. അപ്പൊ എന്തായിരിക്കും, AC ബൈ AB എന്ന് പറയുന്നത് 13/12 ആയിരിക്കും. രണ്ട് ഇക്വേഷനകത്തും അത്രയും നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് ദ നോൺ സീറോ കോമൺ മൾട്ടിപ്പിൾ ബി കെ എന്നുള്ള അതൊരു കോൺസ്റ്റന്റ് ആണ്, നമ്പർ ആയിരിക്കും. അപ്പം ഏതാണ് നമ്പർ നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കെ എന്ന് കൊടുത്ത് അവിടെ എഴുതുന്നു. അപ്പോൾ AC ഈക്വൽ ടു 13k, AB ഈക്വൽ ടു 12k. ഇനി നമുക്ക് ആ വാല്യൂ അവിടെ കൊടുക്കാം. AC-ക്ക് 13kയും AB-ക്ക് 12k എന്ന് കൊടുത്തു. ഇനി B എന്ന ആംഗിള് റൈറ്റ് ആംഗിൾ ആണ്. അപ്പൊ ഇത് റൈറ്റ് ട്രയാംഗിൾ ആണ്. നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്നിരുന്നു. പൈതഗോറസ് തിയറം ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. AC സ്ക്വയർ ഈക്വൽ ടു 13k ഹോൾ സ്ക്വയർ ആണ്, ഈക്വൽ ടു AB സ്ക്വയർ, അത് നമുക്കറിയാം. AB സ്ക്വയർ ഈസ് ഈക്വൽ ടു 12k ആണ്. അപ്പോൾ 12k ഹോൾ സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഇനി നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ 13 സ്ക്വയർ 169k സ്ക്വയർ. ഇനി നമുക്ക് 12k ഹോൾ സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 12ന്റെ സ്ക്വയർ 144. അപ്പോൾ 144k സ്ക്വയർ ഈക്വൽ ടു നമുക്ക് BC സ്ക്വയർ. ഇനി നമുക്ക് ഇതിനെ മൈനസ് ചെയ്താൽ 169 മൈനസ് 144. അപ്പോൾ BC സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെഴുതാം, 25k സ്ക്വയർ കിട്ടി. അപ്പോൾ BC സ്ക്വയർ 25k സ്ക്വയർ ആണെങ്കിൽ BC ഈക്വൽ ടു 5k ആയിരിക്കും. അപ്പോൾ നമുക്ക് BCയുടെ വാല്യൂയും കിട്ടി, 5k എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് കാൽക്കുലേറ്റ് ഓൾ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. ബാക്കിയെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. എളുപ്പമാണ്, കാരണം നമുക്ക് 3 സൈഡും കിട്ടിയിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാം നമുക്ക് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം തന്നിരിക്കുന്ന സീക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 5 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമുക്ക് കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ഓൾ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോ. നമുക്കൊന്ന് ആദ്യം ഒന്നേന്ന് തുടങ്ങാം. സൈൻ തീറ്റ. ഇവിടെ നമ്മൾ തീറ്റ എടുത്തിരിക്കുന്നത് A എന്നുള്ള ആംഗിളിലാണ്. അപ്പൊ സൈൻ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് BC ബൈ AC ആണ്. വാല്യൂ കൊടുക്കുന്നു. സൈൻ തീറ്റ ഈക്വൽ ടു 5k ഡിവൈഡഡ് ബൈ AC യുടെ വാല്യൂ 13k. അപ്പോൾ 5k ഡിവൈഡ് ബൈ 13k, അങ്ങനെ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് 5/13 എന്ന് കിട്ടും. അപ്പോൾ ഒരെണ്ണം കിട്ടി. ഇനി അടുത്തത് കോസ് തീറ്റ ഈക്വൽ ടു AB ബൈ AC ആണ്. ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ABയുടെ വാല്യൂ 12k ഡിവൈഡ് ബൈ AC-യുടെ വാല്യൂ 13k ആണ്. 12k ഡിവൈഡ് ബൈ 13k ഇസ് ഈക്വൽ ടു 12/13 ആണ്. k ക്യാൻസൽ ആയി പോവും, 12/13. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു നമുക്ക് 12/13 കിട്ടി. ഇനി നമുക്ക് ഓരോന്നും വേണം. ടാൻ തീറ്റ വേണം അടുത്തത്. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ
അഡ്ജസെന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ബി സി ആണ്. ബി സി ഡിവൈഡ് ബൈ അഡ്ജസെന്റ് എയുടെ അതായത് തീറ്റയുടെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്. അപ്പോൾ നമുക്ക് ടാൻ തീറ്റ ഈക്വൽ ടു ബി സി ബൈ എ ബി എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി സി. ബി സിയുടെ വാല്യൂ 5k ആണ്. 5k ഡിവൈഡഡ് ബൈ എ ബിയുടെ വാല്യൂ 12k ആണ്. 5k ഡിവൈഡ് ബൈ 12k എന്ന് എഴുതുന്നു. കെനെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 5/12 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി കൊസീക് തീറ്റ എ സി ബൈ, അതിൽ നമുക്ക് എളുപ്പവഴി ഫിഗർ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഇവിടെ സൈൻ തീറ്റ ഏതാണോ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും നമുക്ക് കിട്ടുന്ന കൊസീക് തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ബി സി ബൈ എ സി ആണെങ്കിൽ കൊസീക് തീറ്റ എ സി ബൈ ബി സി ആയിരിക്കും. ഇനി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈക്വൽ ടു 13k ഡിവൈഡഡ് ബൈ 5k, അതായത് 13/k എന്നാണ് കൊസീക് തീറ്റ. ഇനി സീക് തീറ്റ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അവിടെ അത് കണ്ടുപിടിക്കേണ്ട, ബാക്കിയുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സൈനും കോസും ടാനും കൊസീക്കും ആയി. ഇനി സീക്ക് നമുക്ക് വേണ്ട, എന്ത് ചെയ്യാം? കോട്ട് തീറ്റ കണ്ടുപിടിക്കാം. ഈ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ തന്നെയാണ്, എങ്കിലും കോട്ട് തീറ്റ എന്താണ്? അതിന്റെ അഡ്ജസെന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ എ ബി ബൈ ബി സി ആണ് കോസ് തീറ്റ. ഇനി വാല്യൂ കൊടുത്താൽ എ ബിയുടെ വാല്യൂ 12k ഡിവൈഡ് ബൈ ബി സിയുടെ വാല്യൂ. അപ്പോൾ കോട്ട് തീറ്റ ഈസ് ഈക്വൽ 12k ഡിവൈഡ് ബൈ 5k ആണ്. കെ കോമൺ ആണ്, ക്യാൻസൽ ആക്കാം. നമുക്ക് കിട്ടുന്ന റേഷ്യോ ആണെന്ന് ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ എക്സാക്ട് വാല്യൂ ആയിരിക്കില്ല, ഈ സൈഡുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയിരിക്കും നമുക്ക് ഈ സൈൻ്റെയും കോസിൻ്റെയും വാല്യൂ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു കെനെ ക്യാൻസൽ 12/5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 5 ട്രിഗ്നോമെട്രിക് റേഷ്യോസും കണ്ടുപിടിച്ചു. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 5/13, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 12/13, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 5/12 ആണ്. അതുപോലെ കൊസീക് തീറ്റ ഈസ് ഈക്വൽ ടു 13/5 ആണ്. സീക് തീറ്റ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് 13/12 ആണ്. കോട്ട് തീറ്റ എ ബി ബൈ ബി സി ആണ്. 12/5 ആണ് നമുക്ക് കോട്ട് തീറ്റ കിട്ടും.